അവസാനം എന്തോ സംഭവിച്ചത്? CPI അതേ കയറി അങ്ങ് പിടിച്ചു. ബിനോയ് വിശ്വം ഇതൊരു കാരണവശാലും നടപ്പാക്കാൻ പാടില്ല എന്ന് അദ്ദേഹം അങ്ങ് ശഠിച്ചു. അദ്ദേഹത്തിന് LDF-ൽ നിന്നും പിന്തുണ കിട്ടി. CPM-ന് ഉള്ളിൽ നിന്ന് പോലും അദ്ദേഹത്തെ സഹായിച്ചവരുണ്ട്. കാരണം CPM ഇതിനെതിരായിരുന്നു. പിണറായി വിജയന്റെ ഒരു താല്പര്യമായിരുന്നു ഒപ്പുവെക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഒപ്പുവെച്ചത്. ഏതായാലും CPI പിടിച്ച പിടിയാലിൽ നിന്നും അവസാനം ആ കരാറിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കേണ്ടി വന്നു. ഇപ്പോഴിതാ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഒരു നിയമം, 4 കോടികളിലായിട്ട് ഒരു പുതിയ തൊഴിൽ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുക. അത് കഴിഞ്ഞ 2019-2020 കാലത്ത് പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല. അങ്ങനെയാണത് നിയമമായത്. കോവിഡ് കാലമായിരുന്നു. ആ സമയത്താണ് ഇത് പാസാക്കിയത്. അത് മാത്രമല്ല, പ്രതിപക്ഷ അംഗങ്ങളിൽ ഒരു നല്ല ശതമാനത്തെ പല കാരണങ്ങൾ പറഞ്ഞ് സഭയ്ക്ക് പുറത്തു നിർത്തിയിരിക്കാനും സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയിരിക്കുക. ആ ബലത്തിലാണ് ആ നിയമം അന്ന് പാസാക്കിയത്.